ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 4ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹുൽ ഇസ്ലാം വാർഷിക പരീക്ഷ നടത്തിയതിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് മീസാനിനെ നിറക്കുന്ന ദിക്ർ ഏതാണെന്നാണ്. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ. അടുത്തത് മറന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. എന്ത് മറന്നാലാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ലാത്തത്? സൂറത്ത് ഓതാൻ മറന്നാലാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ അത്തയ്യാത്തും കുനൂത്തൊക്കെ മറന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. ഇവിടെ ചെയ്യാണ്ടതില്ല എന്നതാണ്. അപ്പോൾ അവിടെ സൂറത്ത് ഓതലാണ് കേട്ടോ. അടുത്തത് ളുഹറിന് മുമ്പുള്ള റവാത്തിബ്. ളുഹറിന് മുമ്പുള്ള റവാത്തിബ് 4 റക്അത്താണ്. അപ്പോൾ അവിടെ റവാത്തിബ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ റവാത്തിബ് മുഅക്കദായതിൽ ളുഹറിന് മുമ്പ് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ളുഹറിന് മുമ്പുള്ള റവാത്തിബ് എന്നതിൽ 4 എന്നതാണ് അവിടെ ശരിയായി വരിക. നമുക്ക് മുഅക്കദായ റവാത്തിബ് ചോദിച്ചിട്ടുണ്ടെങ്കിലാണ് 2 അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് മഗ്രിബിനും ഇശായിനും ഇടയിലുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് അവ്വാബീൻ. പെരുന്നാൾ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കൽ സ്ത്രീകൾ. വിത്ർ നിസ്കാരം കൂടിയത് 11 റക്അത്ത്. അടുത്തത് മാച്ച് ചെയ്യാനാണ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ് തമാശയായി വല്ലതും ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. ജുമുഅയുടെ സുന്നത്താണ് എന്ത്? ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കൽ. അപ്പോൾ സി. നോമ്പിൻ്റെ സുന്നത്താണ് എന്ത്? ഇത്തിക്കാഫ് നിർവഹിക്കൽ. ഇ. ജുമുഅയുടെ ഷർത്താണെന്ത്? ളുഹറിൻ്റെ സമയത്താവൽ. എ. അടുത്തത് നോമ്പിൻ്റെ ഫർളാണ് എന്ത്? രാത്രി നിയ്യത്ത് ചെയ്യൽ. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്തത് പൂരിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ. ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലതയോ. അപ്പോൾ അവിടെ അക്കൂനു അബ്ദൻ എന്നത് വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കുക. പെരുന്നാളിൽ ഡാഷ് സന്ദർശിച്ച് സന്തോഷം പങ്കിടണം. എന്താണ്? കുടുംബങ്ങളെ. അടുത്തത് സഹാബികളെല്ലാം തറാവീഹ് നിസ്കരിച്ചത് ഡാഷ് റക്അത്താണ്. 20 റക്അത്താണ്. സഫുകൾക്കിടയിൽ ഡാഷ് മുഴത്തിലധികം ഉണ്ടാവരുത്. എത്രയാണ്? 3 മുഴത്തിലധികം അകലമുണ്ടാവരുത്. അടുത്തത് ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിൽക്കണം. അപ്പോൾ അവിടെ വലത് ഭാഗത്ത്. സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഡാഷ് ചെയ്യേണ്ടത്. എന്താണ്? സഹ്വിൻ്റെ സുജൂദ്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ ഏത്? ജുമുഅയാണ്. പാവങ്ങളുടെ ഹജ്ജ് ഏതാണെന്നാണ്? ജുമുഅ. അടുത്തത് തുടർച്ചയായി എത്ര ചലനമുണ്ടായാലാണ് നിസ്കാരം ബാത്തിലാകുന്നത്? തുടർച്ചയായി 3 ചലനമുണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. ജമാഅത്ത് സുന്നത്തില്ലാത്ത ഒരു നിസ്കാരം എഴുതുക. അത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. റവാത്തിബ്, ളുഹ, തഹിയ്യത്ത്, തഹജ്ജുദ്, അവ്വാബീൻ, തസ്ബീഹ്. ഇതിലൊന്നും ജമാഅത്ത് സുന്നത്തില്ല. അപ്പോൾ അവിടെ ഇഷ്ടമുള്ളത് എഴുതാം. അടുത്തത് ളുഹ നിസ്കാരം എത്ര റക്അത്ത്? ളുഹ നിസ്കാരം 8 റക്അത്താണ്. പെരുന്നാൾ നിസ്കാരത്തിൽ 2ാം റക്അത്തിൽ എത്ര തക്ബീറുകളാണ്? 5 തക്ബീറുകളാണ്. അടുത്തത് റമദാനിലെ സൽക്കർമ്മങ്ങൾക്ക് എത്ര ഇരട്ടി പ്രതിഫലമുണ്ട്? 700 ഇരട്ടി പ്രതിഫലമുണ്ട്. ഇനി ഒറ്റവാചകത്തിൽ സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല. ആർക്കാണ്? നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവന്. സുബ്ഹിനും മഗ്രിബിനും ശേഷം 7 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ ഏത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അടുത്തത് ഒരാൾ ഒരു റക്അത്തിൽ മനഃപൂർവ്വം 4 സുജൂദ് ചെയ്തു. നിസ്കാരം ബാത്തിലാകും. കാരണം എന്താണ്? ഫെയിലിയായ റുക്കിനിനെ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചതുകൊണ്ട്. അടുത്തത് വിചാരണവേളയിൽ ഒരാളുടെ ഫർളുകൾക്ക് കുറവ് കണ്ടാൽ അല്ലാഹു തആല മലക്കുകളോട് എന്തു പറയും? എൻ്റെ അടിമക്ക് സുന്നത്തുകളുണ്ടോ എന്ന് ചോദിക്കും. സുന്നത്ത് കൊണ്ട് ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും. അടുത്തത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം ഏത്? ഇശാക്ക് ശേഷം
ഇശായിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. പെരുന്നാൾ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? തക്ബീർ ചൊല്ലുക, പെരുന്നാൾ നിസ്കാരം, ബലികർമ്മം. ഇതൊക്കെയാണ് പെരുന്നാൾ ദിനത്തിലെ പ്രധാന കർമ്മങ്ങൾ. 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നിസ്കാരത്തിന് വന്നില്ല. കാരണം എന്തായിരുന്നു? തറാവീഹ് നിസ്കാരം നിങ്ങൾക്ക് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ്. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നത് ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ചിട്ടാണ്. അത് നമ്മൾ ആ പാഠത്തിൽ ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. ആദ്യ സഫിൽ നിൽക്കുക, അത് ഇമാമിൻ്റെ നേരെ പിറകിലായോ അല്ലെങ്കിൽ വലതുഭാഗത്തോ നിൽക്കുക എന്നിവ പ്രത്യേകം സുന്നത്തുണ്ട് എന്നൊക്കെ ചേർത്തിട്ട് നമുക്കവിടെ 5 വരിയിൽ കുറയാതെ എഴുതാം. ഇത്രയാണ് ഫിഖ്ഹുൽ ഇസ്ലാമിലെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.